13 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ്റെ വലിയൊരു പാലസ് കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പാലസ് മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളും മനോഹരമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലാണ്. അപ്പം പാലസിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഇതുപോലെ ഒരുപാട് മൈലുകളാണ്. 1-2 മൈലുകളൊന്നുമല്ല, 100 കണക്കിന് മൈലുകളാണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ ആ കയറുന്ന വഴിക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഹട്ടുകളുണ്ട്. ഇത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഹട്ടുകളാണ്, പക്ഷേ ഇവിടെ മുഴുവൻ മൈലുകളാണ് ഇരിക്കുന്നത്. ഇത് തായ്ലൻഡ് പട്ടയിലെ പ്രശസ്തമായ ബാൻ സുഖവതി പാലസാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ 1250 രൂപയാണ്. 500 തായ് ബാത്ത്. ഒരു തായ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 2000 രൂപ. അങ്ങനെ 1250 രൂപ കൊടുത്തിട്ടാണ് ഇവിടേക്ക് പ്രവേശിക്കേണ്ടത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ പാലസിൻ്റെ ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഇത് 2000-ൽ തായ്ലൻഡിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ആ ഒരു സമയത്ത് എന്ത് ബിസിനസ് ചെയ്താലാണ് കൂടുതൽ ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ പല ആളുകളും ആലോചിച്ചു. ആ കൂട്ടത്തിൽ സാഹ ഫാം എന്ന് പറയുന്ന ഫാമിൻ്റെ ഓണർ ഇവിടുത്തെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പന്യ ചോട്ടി തവാൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നാൽ തീരുമാനിച്ചു, വലിയൊരു മാൻഷൻ അങ്ങ് പണിതേക്കാവുന്ന ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള അങ്ങനെ പണിതാണ് ഈ ഒരു കാണുന്ന ബാൻ സുഖവതി പാലസ്. അപ്പോൾ ഇത് 13 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പാലസിനുള്ളത്. നമ്മൾ 13 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ 2000, 3000, 4000 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, 13 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച്. അതുപോലെ തന്നെ ഈവനിങ് സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാംസുകളും ഇവിടെ നടക്കാറുണ്ട്. കാർട്ടൂൺ കഥാപാത്രങ്ങളും അതുപോലെ ഈ ചൈനീസ് വ്യാളികളുടെ രൂപമുള്ള ആളുകളും. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പല പ്രോഗ്രാമുകളും ഇവിടെ ഇങ്ങനെ അരങ്ങേറാറുണ്ട്. പിന്നെ പലപ്പോഴും തായ്ലൻഡ് പട്ടയാന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണെന്ന്. അതെ, തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് തായ്ലൻഡ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി ആണ് പോകുന്നത്, അതിനെ അനുസരിച്ചിരിക്കും അവിടുത്തെ കാഴ്ചകൾ. നമ്മളിത് 2ാമത്തെ തവണയാണ് തായ്ലൻഡ് വരുന്നത് ഫാമിലിയായിട്ട്. 2018 ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുമ്പം ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഞ്ചുറി ഓഫ് ട്രൂത്ത് ആണ്. 2ാമതായിട്ട് കണ്ടത് ഈ 13 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വലിയൊരു കൊട്ടാരമാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് പട്ടയെ കാണാനായിട്ടുണ്ട്. വലിയ കടവുകളുടെ കൂടെ നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാം. അതുപോലെ തന്നെ അൽക്കസാർ ഷോ എന്ന് പറയുന്ന വലിയൊരു ഷോ നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ ഈ ടൈഗർ ഷോയ്, ക്രൊക്കഡൈൽ ഷോയ്, ഡോൾഫിൻ ഷോയ്, എലിഫൻറ്റ് ഷോയ്, അങ്ങനെ ഒരുപാട് ഷോകൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നുങ്നൂച്ച് വില്ലേജ് പോലത്തെ വലിയ ബോട്ടാണിക്കൽ ഗാർഡനുകൾ, അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലത്തെ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഈ തായ്ലൻഡ്. അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്ന ഒരു 12-13 ദിവസത്തെ പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊരു 3 ദിവസം പട്ടയ, പിന്നെ 2 ദിവസം ബാങ്കോക്ക്, പിന്നെ ഫുക്കറ്റ്, ക്രാബി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോ സമോയ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പ്ലാനുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാൻ സുഖവതി പാലസിൻ്റെ ബാക്കിൽ വലിയൊരു കടൽ തീരമാണ്. അവിടെ നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതും നല്ല മനോഹരമായ കാഴ്ചയാണ്. വലിയ ആനകളുടെയും അങ്ങനത്തെ രൂപങ്ങളും, അതുപോലെ തന്നെ ഈ ലവ് സിംബലിലുള്ള വലിയ ഫ്ലവർ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും തായ്ലൻഡിൽ എത്തുകയാണെങ്കിൽ ഈ ബാൻ സുഖവതി പാലസ് എന്ന് പറയുന്ന ഇത് കാണാനായിട്ട് മറക്കല്ല. തീർച്ചയായിട്ടും ഇതൊരു വർത്ത് വാച്ചിങ് ആണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനായിട്ടുള്ള സൗകര്യം കൂട്ടുണ്ട്. ഈ 1250 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് കയറുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ ബുഫേ ഫുഡ് കോർട്ടാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സംവിധാനമാണ്. നേരെ ഫ്രണ്ടിൽ വലിയൊരു സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ഡാൻസും അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ അരങ്ങേറും. നമുക്കിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ പ്രോഗ്രാംസൊക്കെ കാണാനും കഴിയും. കണ്ടില്ലേ, ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഫുഡ് കോർട്ട്. അപ്പോൾ ഈ കൊടി പിടിച്ചൊരു ലേഡി നടന്നു പോകുന്നില്ലേ, അപ്പോൾ അവരാണ് നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിരുത്താനായിട്ട് അവരെങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഈ ഒരു ബാൻ സുഖവതി പാലസിൽ വലിയ കോൺഫറൻസുകളും ഒക്കെ നടത്താനായിട്ടുള്ള വലിയ കൺവെൻഷൻ സെൻറ്ററുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയൊരു സംഭവമാണ് ഇത്.
അങ്ങനെ നമ്മൾ പ്രോഗ്രാംസൊക്കെ കണ്ടു, നമ്മുടെ സീറ്റിൽ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ടർ ഫുഡും ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡിൻ്റെ വെറൈറ്റികൾ കാണിക്കാം. കണ്ടില്ലേ, ഒരുപാട് തായ് ഫുഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ഫുഡുകൾ എടുത്ത് കഴിക്കാം. ഞങ്ങൾ കുറേ ഫുഡുകളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു. വളരെ വ്യത്യസ്തമായിട്ടുള്ള തായ് വിഭവങ്ങൾ ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് കഴിയും. ഇപ്രാവശ്യം ഞങ്ങൾ തായ്ലൻഡിലേക്ക് വന്നത് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് തായ്ലൻഡിലുള്ള കോട്ടയം ഉഴവൂർ സ്വദേശിയായിട്ടുള്ള ബേബിച്ചായൻ്റെ ക്രിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ്. അപ്പം ബേബിച്ചായൻ നേരത്തെ മുതൽ തന്നെ ഇവിടെ കേരള റെസ്റ്റോറൻറ്റ് നടത്തുന്നതാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ക്രിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ടൂർ കമ്പനി കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഇപ്രാവശ്യം തായ്ലൻഡിലേക്ക് വന്നത്. 2018 നമ്മൾ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ബേബിച്ചായനെ മീറ്റ് ചെയ്തിരുന്നു. പണ്ട് മുതൽ തന്നെയുള്ള നമ്മുടെ ഒരു ഫോളോവറാണ് ബേബിച്ചായൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തായ്ലൻഡിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ബേബിച്ചായൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ തായ് ഫുഡൊക്കെ കഴിച്ച് മടുക്കുമ്പം ബേബിച്ചായൻ്റെ പട്ടയിലുള്ള മലബാർ റെസ്റ്റോറൻറ്റ് കയറി നല്ല കപ്പയും കരിമീനും ഒക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പം നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.